എന്റെ പില്ലോ താഴെ ഇട്ടേ. പില്ലോ ഓക്കെ, എന്റെ പില്ലോ ചുരുട്ടിക്കൂട്ടി ഈ പരുവത്തിലാക്കി. ശരിക്കും പറഞ്ഞാൽ ഇത് ഐക്കെയറിന്റെ പില്ലോ ആണ്. ഐക്കെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഞാനും മുനവ്വറോട് നിങ്ങളെ കാണിച്ചു തന്നത്. പറഞ്ഞോ. സോ നമ്മുടെ പില്ലോ അതേപോലെ തന്നെ മാട്രസും ഈ രീതിയിൽ കംപ്രസ് ചെയ്തിട്ടാണ് വരുന്നത്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പില്ലോ ഒക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് റോൾ ചെയ്തിട്ട് നമ്മുടെ ബാക്ക് പാക്കിൽ ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. എനിക്കാണെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാനും ഫൈസലിക്കയും കൂടുതലായിട്ടും ലാപ്ടോപ്പിന് കീഴിലിരിക്കുന്നവരാണ്. ഞങ്ങളുടെ ഫീൽഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പം ഭയങ്കരമായിട്ട് പെഡലിക്ക് ഈ ഒരു ഭാഗത്ത് പെയിൻ വരുന്നതാണ്. അപ്പം ഞങ്ങൾ പല റിസോർട്ടുകൾ നല്ല ഹോട്ടലുകളിൽ പോയാലും നല്ല വലിയ 2 പില്ലോ വീതം നമുക്ക് കിട്ടും. പക്ഷെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ തല കുഴിഞ്ഞു പോയിട്ട് വലിയ പാട് അതിനകത്ത് പെഡലിക്ക് വേദനയുണ്ട്. പക്ഷെ ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചുരുട്ടി കൂട്ടി നമ്മൾ ഒരു ബാൻഡ് ഇട്ടിട്ട് നമ്മൾ വണ്ടിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഹോട്ടലിൽ ചെന്നാലും നമ്മുടെ ബാഗിൽ നിന്ന് എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ ഒരു 3 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇനിയിപ്പോൾ മുനവ്വർ തന്നെ പറഞ്ഞു ഇതിന്റെ കംപ്രസ് ചെയ്യുന്നതിന്റെ ടെക്നിക്കൽ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമാണ്, മെമ്മറി ഫോമാണ് പില്ലോയിൽ അതിന്റെ ലൈക്ക് മെറ്റീരിയൽ. ഓക്കെ, നമ്മളത് മാനുഫാക്ചർ ചെയ്തതിന് ശേഷം കെമിക്കൽ കണ്ടന്റ് ഉണ്ടാവും മാനുഫാക്ചറിങ് പ്രോസസ്സിൽ. ഏതൊരു ഫോമും കെമിക്കൽ കണ്ടന്റ് ഇല്ലാതെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. സോ അത് മാനുഫാക്ചർ ചെയ്തതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി കംപ്രസ് ചെയ്ത് വാക്വം റോൾ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് നമ്മളൊരു കസ്റ്റമറിന് കൊടുക്കുന്നത്. സോ അത് നമ്മൾ കസ്റ്റമർ വാങ്ങിച്ചിട്ട് ആളുടെ റൂമിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എയർ ആണ് ഇതിലേക്ക് ഫിൽ ആവുന്നത്. തുടക്കത്തിൽ 3 മാസം മുമ്പ് ഇത് കൊണ്ടുവന്നു കറക്റ്റ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് എന്റെ ബെഡിലോട്ട് ബെഡ് മാറുന്നത് അത്ഭുതകരമായിട്ട് നമ്മൾ ഈ വീഡിയോ കണ്ടതാണ്. ഒരുപാട് പേര് കേരളത്തിൽ ഒരുപാട് പേര് വീഡിയോ കണ്ടതാണ്. അപ്പൊ നമ്മളുടെ ഇതിപ്പം സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത്. എനിക്കും എന്റെ ഫോളോവേഴ്സിന് ദഹിക്കുന്ന രീതിയിലുള്ള കാര്യം പറയും. ഇത് വെച്ചാലുള്ള ഉപകാരങ്ങൾ പറഞ്ഞതാ. ഇത് വെച്ചാലുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റ് ഏതൊരു പില്ലോ യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവും. അത് നമ്മുടെ കോട്ടൻ്റെതാണെന്നുണ്ടെങ്കിലും ലൈക്ക് മറ്റുള്ള ഫോമുകൾ, ഹാർഡ് ഫോമുകൾ ലൈക്ക് HD ഫോമുകൾ, ഫോമിൻ്റെ സോഫ്റ്റ്നെസ്, അത് ഡെൻസിറ്റി, അതേപോലെ തന്നെ ഒരുപാട് ടെക്നിക്കൽ സൈഡ് ഉണ്ട്. നമ്മൾ US-ന്റെ ഒത്തൻറ്റിക് റോ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോപ്പർ ലൈക്ക് മാനുഫാക്ചറിങ് സൈഡ് കാലിഫോർണിയൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഐക്കെയർ ചുമ്മാ പറയണതല്ല. ഒരുപാട് പ്രോസസ്സ് ഉണ്ട് അതിൽ. ലൈക്ക് ഫ്രം ദ റോ മെറ്റീരിയൽ ടു ദി പ്രോസസ്, മാനുഫാക്ചറിങ് പ്രോസസ്, റൂം ടെമ്പറേച്ചർ, ഈവൻ ദ റൂം ടെമ്പറേച്ചർ എല്ലാം ഇൻക്ലൂഡഡ് ആണ് അതിൽ. ഈവൻ നമുക്ക് ഇതിലൊരു ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു ഫോം ചൂടാവാതിരിക്കാനും. എല്ലാവരും ഫോമിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഫോം ചൂടാവും എന്നുള്ളതാണ്. സോ ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് ആ ഒരു പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് US-ന്റെ ഒരു ഒത്തൻറ്റിക് ബ്രാൻഡ് കൂൾകോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒത്തൻറ്റിക് ബ്രാൻഡിൻ്റെ ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏത് പൊസിഷനിൽ നമ്മളെ ഹെഡ് വെച്ചാലും ഡിസ്ലൊക്കേഷൻ വരില്ല, പെയിൻ വരില്ല. ഈ ബാക്ക് പെയിൻ ഉള്ളവർക്ക്, ഈ ഒരു ഭാഗത്തെ പെയിൻ ഉള്ളവർക്ക് ചിലർ 2 പില്ലോ വയ്ക്കും. ഫൈസലിക്കാണെങ്കിൽ 2-3 പില്ലോ വെച്ചിട്ടാണ് ഫൈസലിക്കൊക്കെ കിടക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ പെയിൻ, ഈ പ്രശ്നമുള്ളവർക്ക് തല ഉയർത്തി കിടക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർക്ക് ഈ ഒരു ഐറ്റം ഉപയോഗിക്കാം. നമ്മുടെ ഈ ഒരു പെയിൻ മാറിക്കിട്ടും. പിന്നെ എനിക്കിത് 3 മാസമായിട്ട് ഞാൻ ഈ ബെഡും ഈ ഒരു പില്ലോയും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആണ്. പിന്നീടാണെങ്കിൽ ഒരുപാട് പേര് ഈ പില്ലോ മാത്രം നിങ്ങളുടെ നിന്ന് വാങ്ങുന്നുണ്ടല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. അതെ, നമുക്ക് ഈ പില്ലോയില് ഇത് നമ്മുടെ നോർമൽ ഷേപ്പ് ആണ്. ഈ പില്ലോയില് നമുക്ക് 3 ടൈപ്സ് ഓഫ് പില്ലോസ് ഉണ്ട്. സെമി പില്ലോ, റെഗുലർ പില്ലോ ആൻഡ് ബിഗ് പില്ലോ. ഇതെന്താണ്? ദിസ് ഇസ് റെഗുലർ പില്ലോ. ഇത് നോർമലി ഇത് മതി. ബട്ട് ബിഗ് പില്ലോ പറയുന്ന സമയത്ത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള പില്ലോ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബിഗ് പില്ലോ. നോർമൽ ആണ് ദിസ് സൈസ്. ആൻഡ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ MRP വെറും 2100 രൂപയാണ്. അതായത് 2100 രൂപ മുതൽ പില്ലോ ഉണ്ട്. അതോ ഇതിന്റെ സെമി പില്ലോ 1900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. റെഗുലർ പില്ലോ 2100 രൂപ. ബിഗ് പില്ലോ വന്നിട്ട് 2999 രൂപ. ഓക്കെ, നമുക്ക് ലൈഫ് ലോങ് വേദന മാറി കിട്ടുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈഫ് ലോങ് പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയല്ലേ നല്ലത്, ഈ ഒരു ഐറ്റം. വില വലുതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് ഇതിനു ശേഷം നമുക്ക് ബെഡ്ഷീറ്റ് ഇടണ്ട, പില്ലോ കവർ ഇടണ്ട, ഒന്നും വേണ്ട. പിന്നെ ഇതും ട്രാൻസ്പെറന്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും. ബെഡ് പോലെ തന്നെ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒന്നാണിത്, നമുക്ക് കാണാം.
സോ ഇതിൽ വന്നിട്ട് ഇത് നമ്മുടെ ആന്റി ബാക്ടീരിയൽ കോട്ടിംഗ് ആണ്, ട്രീറ്റഡ് ആണ്, ആന്റി ബാക്ടീരിയൽ, ആന്റി ഡസ്റ്റ് ആൻഡ് ആന്റി മൈറ്റ്സ്. പൊടി കയറൂല. ഫോമിന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എല്ലാ ആളുകളും പറയുന്നത് നമ്മുടെ ഡസ്റ്റ്, നമ്മുടെ റൂമിലുണ്ടാവുന്ന ഡസ്റ്റ് നോർമലി അത് സക്ക് ചെയ്തെടുക്കും എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ഇതിലേക്ക് അത് എൻട്രി കിട്ടൂല. അതിന്റെ പ്രൊട്ടക്ഷൻ ആണ്. ബെഡിന്റെയും ഈ പില്ലോന്റെയും കേസിൽ നമ്മൾ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്ന ബെഡ് ഒന്ന് ഒരു ഭിത്തിയിലോട്ട് കൊണ്ട് അടിച്ചു നോക്കിയാൽ മതി, അതിൽ നിന്ന് വരുന്ന പൊടി നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ഐറ്റം ഞാൻ 3 മാസമായിട്ട് ഉപയോഗിക്കണം. നിങ്ങൾക്ക് അതിന്റെ കളർ കാണാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പില്ലോ ആണ്, യൂസ്ഫുൾ ആയിട്ടുള്ള. ലൈക്ക് എങ്ങനെ നമ്മൾ റോൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫോം പൊട്ടില്ല. അതാണ് അത് നമ്മുടെ ക്വാളിറ്റി ആണ്. ഫോമിന്റെ ക്വാളിറ്റി അത് നമ്മൾ ലൈക്ക് അങ്ങനെ വേദനയാവുന്നില്ല. ഇല്ല, ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചുരുട്ടി എടുക്കാറുണ്ട്. ഇത്രയും നമുക്ക് നമ്മുടെ ബൈ ഹാൻഡ് സിംപ്ലി നമുക്ക് കംപ്രസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഈ ഐറ്റം വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം എന്നല്ല, നമ്മൾ വാഷ് ചെയ്യണം എന്നാണ് നമ്മൾ ക്ലയൻസിന്റെ അടുത്ത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പില്ലോ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ചുമ്മാ നിങ്ങളുടെ പില്ലോ ഒന്ന് പില്ലോ കവർ ഔട്ടർ കോട്ടൺ കവർ ഒന്ന് അഴിച്ചിട്ട് നോക്കുക. അതിലുള്ള പാടുകൾ കാണാൻ പറ്റും. അതിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ലാബ് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, മൈക്രോസ്കോപ്പിക് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് സോ ഈ ഒരു ഔട്ടർ കവർ നമ്മൾ നമ്മുടെ ക്ലയൻസിന്റെ അടുത്ത് പറയണത് ഒരു 6 months ഈ ഔട്ടർ കവർ വാഷ് ചെയ്യണം. സിംപ്ലി നമുക്ക് മെഷീൻ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയി കിട്ടും. ഈ ഔട്ടർ കവർ ലൈക്ക് നമ്മുടെ പില്ലോ കവർ അത് നമ്മൾ വീക്ക്ലി നമ്മൾ എന്തായാലും ചേഞ്ച് ചെയ്യും. അതിൻ്റെ കൂടെ ഒരു 6 months അല്ലെങ്കിൽ ഒരു 3 months. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസംസും അങ്ങനത്തെയുള്ള ജേംസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഒരു ഹെൽത്തി സ്ലീപ്പിംഗ് എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് നമ്മൾ അത് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എൻ്റെ ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ പറയും. ഇദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു, പകുതി എനിക്ക് മനസ്സിലായി, പകുതി എനിക്ക് മനസ്സിലായില്ല. ടെക്നിക്കൽ പരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അത്രയും അറിവിൽ നിന്ന് നമ്മൾ തമ്മിൽ സംസാരിക്കില്ല, കാരണം നമ്മളെല്ലാം ഒരേ ലെവലിൽ പോകുന്ന ആളുകളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാ പില്ല പോലെയല്ല, നമുക്കിതിനകത്ത് എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ 3 മാസം അല്ലെ 6 മാസം യൂസ് ചെയ്ത പില്ല ഒരു സൈഡിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന പൊടി മനസ്സിലാവും. ഇത് എത്ര നമ്മൾ തട്ടിയെന്നുള്ള എത്ര ഭിത്തിയിൽ അടിച്ചെന്ന് പറഞ്ഞാലും പൊടി വരില്ല, പൊടി ഇതിലേക്ക് കയറില്ല, പൊടി അബ്സോർബ് ചെയ്യില്ല ഈ ഒരു ഐറ്റം. അതുപോലെ തന്നെ പിന്നീട് ഉള്ള ഒരു അഡ്വാൻറ്റേജ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി നാട്ടിലൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ചുരുട്ടി നമുക്ക് ഏത് ട്രാവലിലും കൊണ്ടുപോകാന്നുള്ളത്. കാരണം ട്രാവൽ എവിടെയും കൊണ്ട് ഏത് നൈറ്റിൽ നമുക്കിത് യൂസ് ചെയ്യാം, കിടക്കുന്ന സമയത്തല്ല ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്ത്, ഈ ഷോൾഡറിന്റെ ഈ ഒരു പെടലിയുടെ ഭാഗത്ത് വരുന്ന പെയിൻ, ഇത് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെയിൻ ഒക്കെ പറയണം. സാധാരണ പില്ലോയിലേക്ക് ഒരു സൈഡിൽ കിടന്നു കഴിഞ്ഞാൽ ആ ഭാഗം പതുങ്ങിപ്പോവും, പിന്നീട് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ ആ ഭാഗം പകുതി പോകും. ഇത് അങ്ങനെയല്ല, പതുങ്ങിപ്പോയില്ല, കുഴിഞ്ഞു പോയില്ല കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു ഭാഗം നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഭാഗം ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ട് നമുക്ക് ആ ഒരു നമ്മുടെ തല വെക്കുന്ന ഭാഗം മാത്രം കുഴിയും, തിരിച്ച് നമ്മൾ അടുത്ത സൈഡിലേക്ക് കിടക്കുമ്പോൾ ആ ഭാഗം പൊങ്ങി വരും, പിന്നെ ആ ഒരു ഭാഗം മാത്രമേ തള്ളൂ. അതായത് ഇത്രയുമാണ് ഒരു സാധാരണക്കാരി എന്ന നില എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്തുവാന്ന് എനിക്ക് എനിക്കൊക്കെ അറിവുള്ളവർക്ക് മനസ്സിലായിക്കാണ്, പക്ഷെ എൻ്റെ ലെവലിൽ നിന്ന് സംസാരിക്കുന്നവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. ഏതൊരാൾക്കും മനസ്സിലാവാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ കുറച്ച് ടെക്നിക്കലി ഞാൻ പറഞ്ഞു, അത് ടെക്നിക്കലി ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇവിടെ, ഒരുപാട് പേരുണ്ട്. അപ്പൊ അറിവുള്ള ഒരുപാട് പേർക്ക് ആ സംസാരം തന്നെ വേണം. അപ്പോൾ ഐ കെയറിനെ സമീപിക്കുക. ഇതുപോലുള്ള പില്ലോ വേണമെങ്കിൽ നിങ്ങൾക്കല്ലേ ഉറക്കം ശരിയാവണമെന്നുണ്ടെങ്കിൽ, രാത്രിയൊക്കെ ഫോണെങ്കിലും നോക്കുന്ന സമയത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു പില്ലോ വേണം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരുപാട് ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഐ കെയറിന്റെ പ്രോഡക്റ്റുകളാണ്. അതെനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ആദ്യം ഞാൻ ബെഡായിരുന്നു, പിന്നീട് പില്ലോ ആക്കി, പിന്നീട് വെഡ്ജ് പില്ലോ ആക്കി, പിന്നെ ഇതിന്റെ കുറേ പ്രോഡക്റ്റ്സ് ആക്കി. അതായത് ഓരോ പ്രോഡക്റ്റും എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നിയപ്പോൾ ഓരോന്ന് വാങ്ങി ഞാൻ ഇട്ടു. പലതും ഞാൻ വീഡിയോ ഇട്ടുണ്ട്, റീൽസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം, ഞാൻ എൻ്റെ വീഡിയോടൊപ്പം നമ്പർ ഉൾപ്പെടുത്താം. ഐ കെയറിനെ നിങ്ങൾ ഇത് വാങ്ങാൻ വേണ്ടി വിളിക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ. നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള ക്വാളിറ്റി ഐ കെയറുടെ പില്ലോ, ഐ കെയറിന്റെ പില്ലോന് മാത്രമാണ്. മറ്റുള്ള ബ്രാൻഡുകളായിട്ട് നമുക്കൊരു മെമ്മറി ഫോം വാങ്ങിച്ചിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ക്ലയൻസ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഐ കെയറിന്റെ പില്ലോ ആണ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഐ കെയർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ 3 മാസത്തെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്, വളരെയധികം സന്തോഷം. ഞാൻ വീഡിയോയിൽ പറഞ്ഞ 23 ലക്ഷം പേര് ആളുകൾ കണ്ടിട്ട് അത്രത്തോളം കോൾ ചെയ്തിട്ട് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, വളരെയധികം സന്തോഷം. എന്നിൽ തന്ന വിശ്വാസം ഞാൻ നിലനിർത്തുന്നു. അതുപോലെ തന്നെ 3 മാസമായിട്ട് യൂസ് ചെയ്ത
ആ ഒരു വീഡിയോ അത്രയും പേര് കണ്ടതുകൊണ്ടാണ് രണ്ടാമത് ഞങ്ങൾ ഈ ഒരു വീഡിയോ റിവ്യൂ, അതായത് യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു പില്ലോയ്ക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇദ്ദേഹത്തിനെയും കോൺടാക്ട് ചെയ്യും. ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടിച്ചാൽ പൊട്ടാത്ത പറയും. അപ്പോൾ നിങ്ങൾ വില ചോദിക്കുക, വാങ്ങുക, വെക്കുക, പിന്നെ സംസാരിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന കിടിലൻ വീഡിയോസുമായിട്ട് ഞങ്ങൾ എത്തും.